എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാദ്യം തന്നെ നമുക്ക് 2 കപ്പ് വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കേണ്ടതാണ്. അതവിടെ നിന്ന് തിളക്കട്ടെ. ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം, നൈസ് പത്തിരിപ്പൊടി. ഇനി ഇതിലോട്ടേക്ക് നമുക്കതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പൊടിയെടുത്ത അതേ കപ്പിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്ക് ഈ പൊടിയിലേക്ക് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളച്ച വെള്ളമാണ്, കൈകൊണ്ട് തൊടാൻ പറ്റില്ല. അതുകൊണ്ട് സ്പൂണ് വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ചായി വെള്ളം ഒഴിച്ച് വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. അങ്ങനെ 1 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഇത് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളം വേണം. വീണ്ടും 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കൈകൊണ്ട് നമുക്ക് തൊടാൻ പറ്റുന്നുണ്ടോ നോക്കിയിട്ട് അത് നന്നായി കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുക്കണം. എനിക്കിപ്പോൾ ഇത്രയും വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സോസിൻ്റെ ബോട്ടിലാണ്, ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം കുഴച്ച് വെച്ച മാവിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്തുകൊണ്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ ചെറിയ ഒരു ബോളാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ ഗ്ലാസ് ബോട്ടിലെടുത്ത് ഇതിൻ്റെ മൂടി വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതുപോലൊരു ഷേപ്പ് കിട്ടും. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ഷേപ്പാക്കി എടുക്കുക. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ ബോൾസും ഇതേ ഷേപ്പാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ ഇഡലി പാത്രത്തിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതുപോലെ. അതിനുശേഷം നമ്മളൊരു ബൗളിലേക്ക് 1 മുട്ട പൊട്ടിച്ചു കൊടുക്കുക. 1 മുട്ടയോ 2 മുട്ടയോ 3 മുട്ടയോ വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ 1 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലൊരു പാത്രത്തിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ മുട്ടയുടെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഏകദേശം ഒരു ദോശ പോലെ ആക്കി വെക്കുക. ഇനി അതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കുക. കൂടുതൽ വേവുന്നതിന് മുന്നേ തന്നെ അതൊന്ന് കുറച്ച് വലിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ നോക്കൂ, ഇതുപോലെ നന്നേ ചെറിയ പീസസ് ആയി പോകരുത്. കുറച്ച് വലിയ പീസസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് വേറെ ആയിട്ട് കിട്ടിക്കോളും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ടയെല്ലാം ഈ പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചൊന്ന് വാടിയതിന് ശേഷം നമുക്ക് 1 കപ്പ് സവാള ഇട്ട് കൊടുക്കുക. കുറച്ച് വലിയ പീസസായി കട്ട് ചെയ്തത്. ഇനി ആ സവാള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഈ സവാളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കാണ്. ഈ ക്യാപ്സിക്കം ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഇതുപോലെ തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 4-5 മിനിറ്റ് ഇതിനി വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം, ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. ഈ ടൊമാറ്റോ സോസും കൂടി ചേർത്തതിന് ശേഷം ഇത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സോസുകളെല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറിയ പീസസായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഈ മസാല നന്നായി കുക്കായിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ചിലപ്പോൾ അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ വേറെ ആക്കിയിട്ട് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ നമ്മുടെ ബോൾസിലേക്ക് നന്നായി ഒന്ന് പിടിക്കണം.
ഇനി ഇത് നന്നായി ഒന്ന് കുക്കാവട്ടെ. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുട്ട നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ എല്ലാം നന്നായി മിക്സ് ചെയ്ത് വെന്ത് വന്നിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതായിരിക്കും. 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്കാവട്ടെ. ഇതിപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ സ്നാക്ക് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.